പ്രിയപ്പെട്ട മലയാളികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശബരിമലയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കാണാതെ എന്ത് കാരണത്താലാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഈ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥർക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല. കാര്യം ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ട് സംരക്ഷിക്കേണ്ട ആളുകൾ ആരാണെന്ന് സ്പെസിഫിക്കായിട്ട് പറയുന്നില്ല. അപ്പോൾ എല്ലാവർക്കും കഴിയുക. പക്ഷേ ഞാൻ 2016 ചേർത്തലയിൽ നിന്ന് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പൊതുജന അധികാര സഭ എന്നൊരു സംഭവം ഇവിടെ ഉണ്ടാക്കും. പുതുതായി രൂപീകരിക്കുന്നതാണ്. പുതുതായി നമ്മൾ നിയമം കൊണ്ടുവന്ന് രൂപീകരിക്കുന്നതാണ്. ഈ സഭയ്ക്ക് അധികാരമുണ്ട്. ഓരോ പ്രദേശത്തെയും എല്ലാ പ്രശ്നങ്ങളിലും അതിൻ്റെ കാര്യങ്ങൾ തിരക്കാനും വ്യക്തത വരുത്താനും അതിനെ നടപടിയെടുപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള അധികാരമാണ്. ക്വാസി ജുഡീഷ്യൽ പവറാണ് ഈ പൊതുജന അധികാര സഭയ്ക്കുള്ളത്. ഈ പൊതുജന അധികാര സഭ ശബരിമല ഉൾപ്പെടുന്ന സ്ഥലത്തുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ശബരിമല ഈ സ്വർണ്ണപ്പാളി വിവാദമൊന്നും ഉണ്ടാകത്തില്ല. കാര്യം ഇവിടെ നിന്ന് ആർക്കും മോഷിക്കാൻ പറ്റത്തില്ല. കാര്യം പൊതുജനങ്ങൾക്ക് അവിടെയുള്ള നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് അറിയാമായിരിക്കും. അപ്പോൾ അവരെ തീർച്ചയായിട്ടും അതിൽ നടപടിയെടുക്കും. അതിന് മറ്റ് മേലുദ്യോഗസ്ഥരുടെ അനുമതിയും തേടേണ്ട കാര്യമില്ല. കാര്യം സർക്കാരിൻ്റെ ഒരു മിനിയേച്ചറായിട്ടാണ് ഈ പൊതുജന അധികാര സഭ ഓരോ വാർഡിലും അല്ലെങ്കിൽ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നിലവിൽ വരുന്നത്. അപ്പോൾ അവർക്ക് പോലീസിനെ വെച്ച് അന്വേഷിക്കാൻ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ടായിരിക്കും. ഇത് 2016 ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഇപ്പോൾ 2025 10 കൊല്ലം നിങ്ങൾക്ക് വേസ്റ്റായിപ്പോയി. അതുപോലെ തന്നെ ഈ ഹിജാബ് വിവാദം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ പൊതുജന അധികാര സഭയുടെ കീഴിലേക്കേ വരുള്ളൂ. ഇതൊന്നും വിവാദമാക്കേണ്ട പോലും കാര്യമില്ല. ഇവർക്ക് പേരൻസിന് പരാതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വാർഡിലുള്ള പൊതുജന അധികാര സഭയിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജനപ്രതിനിധിക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പം തന്നെ അതിന് വേണ്ട നടപടികളെടുക്കും. ഇതൊന്നും അല്ല നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. രാഷ്ട്രീയമൊക്കെ ഇതിനപ്പുറത്താണ്. ജനങ്ങളുടെ വെൽഫെയറാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. സ്റ്റേറ്റിൻ്റെ വെൽഫെയർ. ഈ സ്റ്റേറ്റിൻ്റെ വെൽഫെയർ ഉണ്ടാക്കേണ്ടത് ജനങ്ങളും സ്റ്റേറ്റും കൂടി ഒരുമിച്ച്. ഞാനതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരുവാനായിട്ട് വോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വതന്ത്രമായി സുഖമായി ജീവിക്കാനുള്ള സാഹചര്യം ഈ നാട്ടിലുണ്ടാവും. അല്ലെങ്കിൽ ചുമ്മാ ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഈ ഞാണിന്മേൽ കളിക്കുന്ന ഈ പട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുരങ്ങുകളായിട്ടൊക്കെ നിങ്ങൾ ചലിക്കേണ്ടി വരും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പൊതുജന അധികാര സഭ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും 1 ലക്ഷം രൂപ മിനിമം ശമ്പളം ഉറപ്പാക്കും. അതുപോലെ വൃദ്ധജനങ്ങൾക്ക് അവർക്ക് 30,000 രൂപ പ്രതിമാസം പെൻഷൻ ഉറപ്പാക്കും. അതുപോലെ കുട്ടികൾക്കൊന്നും സമരം ചെയ്യാതെ തന്നെ ഈ ബസ്സുകാരുമൊക്കെ ഇട്ടൊന്നും വഴക്കുടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 30,000 രൂപ പ്രതിമാസം സ്കോളർഷിപ്പ് സർക്കാർ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരും. അതുപോലെ തന്നെ ഈ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും സൗജന്യ ചികിത്സാ സൗകര്യം ഉറപ്പാക്കും. പിന്നെ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവർക്ക് ഇൻകം ടാക്സിന് ഇളവ് ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതെല്ലാം ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലെല്ലാം ചേരാം. ഇതിനുള്ള സംവിധാനമെല്ലാം നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മൾ കൊണ്ടുവരും. ഇനി ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാന്ന് പറഞ്ഞാൽ, ഇതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു ചിലവും ഉണ്ടായിരിക്കില്ലെന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ സർക്കാരിനുള്ള ഈ 2 ലക്ഷം കോടി രൂപ വെച്ച് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കും. ഇതിലൊന്നും ആർക്കും ഒരു സംശയവും വേണ്ട. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഇത് ക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം വിളമ്പിയില്ല. അതുപോലെ ഒരു അത്ഭുതം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ക്രിസ്തു ചെയ്യാത്തൊരു കാര്യമുണ്ട്. സീസറിനുള്ളത് സീസറിന്, ദൈവത്തിനുള്ളത് ദൈവത്തിനെന്നാണ് പണത്തെ സംബന്ധിച്ച് ക്രിസ്തു പറഞ്ഞത്. കാര്യം ക്രിസ്തുവിന് പണത്തിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അത് ജനങ്ങളുണ്ടാക്കുന്നതാണ്. ദൈവം സൃഷ്ടിക്കുന്ന സാധനങ്ങളാണ് ക്രിസ്തു വർദ്ധിപ്പിച്ച് നൽകിയത്. ജനങ്ങൾ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് സൃഷ്ടിക്കുന്ന സാധനത്തിന് വർദ്ധിപ്പിച്ച് നൽകാൻ ക്രിസ്തു താല്പര്യം കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഞാനീ പറയുന്ന കാര്യങ്ങളിൽ അത്ഭുതമല്ല. ഇതിൻ്റെ നമ്മുടെ ടെക്നോളജി വെച്ചിട്ട് നടത്തുന്ന ഒരു വെൽഫെയർ സ്കീമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം.
ഇത് പൊതുജനങ്ങളുടെ മുഴുവൻ സഹകരണമുണ്ടെങ്കിൽ നടപ്പിലാക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് നടപ്പിലാക്കാൻ ജനങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. അത് എനിക്ക് ഞാൻ കോൺഫിഡൻ്റാണ്. നടപ്പിലാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ജനങ്ങളെല്ലാവരും സഹകരിച്ച് നമ്മളൊരു പുതിയ ഒരു സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ എന്ന നമ്മുടെ ആശയം ഇവിടെ നടപ്പിൽ വരുത്താനായിട്ട് നിങ്ങളെല്ലാവരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ വോട്ട് ചെയ്ത് നമ്മൾ പറയുന്ന സ്ഥാനാർത്ഥികളേക്ക് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയാണ് ഞാൻ ഉറപ്പ് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻ്റായിട്ട് ഇതിനെ ഉറപ്പ് തരാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഇത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പലരും ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു, ഇത് സാമ്പത്തികം എവിടെ നിന്നാണ്? ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിന് 5 പൈസ ചിലവില്ല, സർക്കാരിന് 5 പൈസ ചിലവില്ല. ഇത് നമ്മളൊരു സിസ്റ്റം മാത്രം ഒന്ന് മാറ്റിപ്പിടിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് സാമ്പത്തികമായിട്ട് സർക്കാരിന് യാതൊരു ബാധ്യത ഉണ്ടാക്കാത്ത, പക്ഷേ ജനങ്ങൾക്ക് വെൽഫെയർ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ കൂട്ടത്തിൽ നിൽക്കുക, നമുക്കിത് നടപ്പിലാക്കാൻ പറ്റും. അതിനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ജനാധിപത്യ ജനകീയ കേരള സർക്കാർ അധികാരത്തിൽ വരിക. ഓരോ വാർഡിലും പൊതുജന അധികാര സഭകൾ നിലവിൽ വരിക. എല്ലാവർക്കും 1 ലക്ഷം രൂപ മാസ ശമ്പളം ഉറപ്പാക്കും. പിള്ളേർക്ക് 30,000 രൂപ സ്കോളർഷിപ്പ്, വൃദ്ധജനങ്ങൾക്ക് 30,000 രൂപ പ്രതിമാസ വരുമാനം, പെൻഷൻ എന്നുള്ളതിലേക്ക്. അതുപോലെ എല്ലാവർക്കും സൗജന്യ ചികിത്സാ സൗകര്യം കേരളത്തിലെ എല്ലാ ആശുപത്രികളും, ഏത് ഹോസ്പിറ്റലാണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ സമ്പന്നരായിട്ടുള്ളവർക്ക് ഇൻകം ടാക്സിൽ 100% വരെ ഇളവ് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ ഈ സ്കീമിൽ ചേരുകയാണെങ്കിൽ. അപ്പോൾ അതിനായി എല്ലാവരും മുന്നോട്ട് വരിക. നമ്മുടെ നാട് നന്നാക്കാനുള്ള ഒരു ഉദ്യമത്തിനാണ് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഞാൻ സോണിമോൻ കെ മാത്യു.